രാജാക്കന്മാർ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിലും പ്രജകളെ പരിപാലിക്കുന്നുണ്ടെങ്കിലും രാജ്യമെടുത്തിട്ട് അവർക്ക് തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാനും വിനിമയം ചെയ്യാനും അധികാരമില്ല. കൈകയിലുണ്ടാകുന്ന പുത്രൻ രാജ്യം കൊടുത്തുകൊള്ളാം എന്ന് നീട്ടൂരം എഴുതി കൊടുക്കാൻ ദശരഥ മഹാരാജാവിന് ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? അത് ചെയ്യാൻ സാധിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ ഉത്തമ വിശ്വാസം കൊണ്ടാണ്. പക്ഷേ ആ ഉത്തമ വിശ്വാസം വഞ്ചിതമായിപ്പോയി. അതിൽ നിന്നാണ് വാൽമീകി ധരിപ്പിക്കുന്നത് അദ്ദേഹം ചെയ്ത പ്രവൃത്തി ധാർമ്മികമായിരുന്നില്ലെന്നാണ്. അശ്വപതിക്കും യുധാജിത്തിനും, അശ്വപതിയുടെ രാജാവായ അശ്വപതിയുടെ പുത്രനാണ് യുധാജിത്ത്. യുധാജിത്തിൻ്റെ അനിയത്തിയാണ് കൈകേയി. കൈകേയി പ്രത്യേകം പേര് പറയുന്നില്ല, കൈകേയി എന്ന് തന്നെയാണ്. അപ്പം കൈകേയിയെ വിവാഹം കഴിക്കാൻ ഇദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ചോദിച്ചത് ഇതാണ്: കൈകേയിലുണ്ടാകുന്ന പുത്രന് അങ്ങ് രാജ്യം കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിച്ചു തരാം. അങ്ങനെ ഒരു ഉപാധി വയ്ക്കുമ്പോൾ തന്നെ രാജാവ് ഒരു തരത്തിലുള്ള ഉപാധിക്കും വിധേയനാവാൻ പാടില്ല, സ്വതന്ത്രനായിരിക്കണം, അല്ലെങ്കിൽ ധർമാനുഷ്ഠിക്കാനൊക്കെ ഇല്ല.